നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇങ്ങനെയുള്ള മരയുളകളാണ് നമ്മുടെ ജനപ്രതിനിധികൾ. നഗരസഭയിൽ തൊട്ടടുത്തിരിക്കുന്ന കൗൺസിലറുടെ എയർപോഡ് മോഷ്ടിക്കുന്നു. പാലാ നഗരസഭയിലാണ് ഈ വിചിത്ര സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഭരണപക്ഷത്തെ CPM കൗൺസിലറായ ബിനു പുളിക്കക്കണ്ടം തൊട്ടടുത്തിരുന്ന കൗൺസിലർ കേരള കോൺഗ്രസ് എമ്മിലെ ജോസ് ചീരാങ്കുഴിയുടെ എയർപോഡ് മോഷ്ടിച്ചെടുക്കുന്നു. പിന്നീട് ഈ എയർപോഡ് ഒരു വനിതാ സുഹൃത്തിന് കൈമാറുന്നു. ആപ്പിൾ കമ്പനിയുടെ എയർപോഡാണ് കൗൺസിൽ ഹാളിൽ നിന്ന് കാണാതായത്. ഒടുവിൽ ഇപ്പോഴിതാ ജോസ് ചീരാങ്കുഴിയുടെ നഷ്ടപ്പെട്ട എയർപോഡ് പോലീസിന് തിരികെ ലഭിച്ചിരിക്കുന്നു. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ നേഴ്സായി ജോലി ചെയ്യുന്ന പാലാ സ്വദേശിനി പോലീസിന് കൈമാറുകയായിരുന്നു ഈ എയർപോഡ്. ഇത് മോഷണം പോയ എയർപോഡാണ് എന്ന് കണ്ടെത്തുന്നതിനായി പോലീസ് ശാസ്ത്രീയ പരിശോധന നടത്തിയിരുന്നു. എയർപോർട്ട് ഉടമയും കേരള കോൺഗ്രസ് എം കൗൺസിലറുമായ ജോസ് ചീരാങ്കുഴിയുടെ എയർപോർട്ട് പോലീസിന് കൈമാറിയ സ്ത്രീയുടെ വിശദമൊഴിയും പോലീസ് രേഖപ്പെടുത്തി. ഈ സ്ത്രീയുടെ വിശദമൊഴിയെ തുടർന്ന് ഇപ്പോൾ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നു. ജനുവരിയിൽ തന്റെ എയർപോർട്ട് ബിനു പുളിക്കക്കണ്ടം മോഷ്ടിച്ചുവെന്ന് ജോസ് പാലാ നഗരസഭയുടെ യോഗത്തിൽ പരസ്യമായി ആരോപണമുന്നയിച്ചു. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരുന്നു. ഭരണപക്ഷത്തെ ഒരു കൗൺസിലർ ഒരു എയർപോർട്ട് മോഷ്ടിക്കുക, അതും തൊട്ടടുത്തിരുന്ന കൗൺസിലറുടെ. ഇത്തരം കൗൺസിലർമാർക്ക് ഭരണം കിട്ടിയാൽ കഴിക്കോലടക്കം വലിച്ചൂരും എന്നതിന് മറ്റെന്ത് തെളിവ് വേണം? അഴിമതിയുടെ കൂത്തരങ്ങായി പല നഗരസഭകളും അധംപതിച്ചിരിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യം. മോഷ്ടിച്ച ഈ എയർപോർട്ട് പിന്നീട് വനിതാ സുഹൃത്തിന് കൈമാറുന്നു. മാഞ്ചസ്റ്ററിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ് വനിതാ സുഹൃത്ത്. സംഗതി ആപ്പിളിൻ്റെ എയർപോർട്ടാണ് മോഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ പരിശോധനയിൽ ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ വീട് ലൊക്കേഷനായി കാണുന്നു. സംഭവം വിവാദമായപ്പോൾ നേഴ്സ് പരിഭ്രമിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ ഈ സ്ത്രീ വിളിച്ച് തനിക്ക് ബിനു പുളിക്കക്കണ്ടം സമ്മാനമായി ഒരു എയർപോർട്ട് തന്നു എന്ന് വിളിച്ചു പറഞ്ഞു. വനിതാ സുഹൃത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസുമായി പോലീസ് പിന്നീട് മുന്നോട്ട് പോയത്. വനിതാ സുഹൃത്തിനെ പൂർണ്ണമായും വഞ്ചിക്കുകയായിരുന്നു പ്രതിയെന്ന് പോലീസ് പറയുന്നു. തൊണ്ടി മുതലായ എയർപോർട്ട് വനിതാ സുഹൃത്തിന്റെ കൈവശം കൊടുത്തുവിട്ട് കേസിൽ വഴിത്തിരിവുണ്ടാക്കാനാണ് ഇയാൾ ശ്രമിച്ചത് എന്ന് കരുതുന്നവരുമുണ്ട്. മാഞ്ചസ്റ്ററിൽ നിന്ന് പോലീസിന് എയർപോർട്ട് കൈമാറുന്നതിന് മാത്രമാണ് ഈ സ്ത്രീ പിന്നീട് പാലായിലെത്തിയത്. ആപ്പിൾ എയർപോർട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ കൃത്യമായി കാണിക്കും. ഇമാതിരി മരയുളകളാണ് എയർപോർട്ടും മോഷ്ടിച്ചു കൊണ്ടുപോടുന്നത്. അതാണ് ഏറ്റവും വിചിത്രമായ സംഭവം. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും ജോസ് ചീരാങ്കുഴി പറയുന്നു. അങ്ങനെയെങ്കിൽ ബിനു പുളിക്കക്കണ്ടത്തിലിന് വലിയ പ്രഹരമാണ് ഇനി ലഭിക്കാൻ പോകുന്നത്. തൻ്റെ രാഷ്ട്രീയ യജമാനനെ തൃപ്തിപ്പെടുത്താൻ ജോസ് ചീരാങ്കുഴി നടത്തുന്ന ജൽപ്പനങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല എന്ന് ബിനു പുളിക്കക്കണ്ടം പ്രതികരിക്കുന്നു. യുദ്ധങ്ങളിൽ മുന്നിൽ നിർത്താനുള്ള ശിഖണ്ഡിയുടെ സ്ഥാനത്തുള്ള ആളുടെ ആരോപണത്തിന് താൻ മറുപടി നൽകുന്നില്ല. ഈ നാടകങ്ങൾക്കും നെറുകെട്ട രാഷ്ട്രീയത്തിനും പിന്നിലുള്ള നോമിനേറ്റഡ് യജമാനനുള്ള മറുപടി ഉടൻ തന്നെ നൽകുമെന്നും ബിനു പുളിക്കക്കണ്ടം പറയുന്നു. ബിനു പുളിക്കക്കണ്ടം ഉന്നം വയ്ക്കുന്നത് ജോസ് കെ മാണിക്ക് നേരെയാണ് എന്ന് വ്യക്തം. പാലാ നഗരസഭയിലെ ഈ വിചിത്ര മോഷണം കേരളത്തിൽ പരക്കെ ചിരി ഉയർത്തുന്നു. എയർപോർട്ട് മോഷ്ടിച്ച കൗൺസിലറെക്കുറിച്ച് വലിയ വാർത്തകളാണ് മാധ്യമങ്ങളിപ്പോൾ നൽകുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് മാണി ഗ്രൂപ്പ് കൗൺസിലർ ജോസ് ചീരാങ്കുഴിയുടെ എയർപോർട്ട് മോഷണം പോയത്. മോഷ്ടിച്ചയാളുടെ വീടിൻ്റെ ലൊക്കേഷൻ കാണിച്ചതിൻ്റെ തെളിവ് തൻ്റെ പക്കലുണ്ട് എന്ന് ജോസ് ചീരാങ്കുഴി അന്ന് പരസ്യമായി പറഞ്ഞു. എയർപോർട്ട് മോഷണ വിഷയത്തിൽ CPM കൗൺസിലർക്കെതിരെ കേസ് മുറുക്കാൻ തന്നെയാണ് മാണി ഗ്രൂപ്പിൻ്റെ നീക്കം. എയർപോർട്ട് മോഷണം പോയപ്പോൾ തന്നെ ജോസ് ചീരാങ്കുഴി ഇത് സംബന്ധിച്ച വിശദമായ പരാതി പോലീസിന് കൈമാറിയിരുന്നു. ആ പരാതിയിൽ ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് രണ്ടാമത് നൽകിയ പരാതിയിലാണ് ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ പേര് രേഖപ്പെടുത്തിയത്. വിഷയത്തിൽ തങ്ങൾ സംഘടനാപരമായി ഇടപെട്ടിട്ടില്ല എന്ന് മാണി ഗ്രൂപ്പ് നേതാക്കൾ ഉറച്ചു പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസം നഗരസഭാ ഓഫീസിൽ പോലീസ് തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലെത്തിയ ജോസ് ചീരാങ്കുഴിയോട് പോലീസ് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ അവസാനമായി കാണിച്ചത് മാഞ്ചസ്റ്ററിലാണ്. ജോസ് ചീരാങ്കുഴി തന്നെയാണ് ഇക്കാര്യങ്ങൾ പോലീസിന് വ്യക്തമാക്കി കൊടുത്തത്. ഒരു എയർപോർട്ടും പൊക്കിക്കൊണ്ട് നേരെ മോഷ്ടിച്ചു കൊണ്ടുവിടുന്നു. അതിനുശേഷം മാഞ്ചസ്റ്ററിലേക്ക് കൊടുത്തുവിടുന്നു. മാഞ്ചസ്റ്ററിലെത്തുമ്പോഴും എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ കൃത്യമായി കാണിക്കുന്നു. ഇതുവരെ ആരോപണ നിഴലിൽ നിന്നിരുന്നത് ബിനു പുളിക്കക്കണ്ടം മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വനിതാ സുഹൃത്തു കൂടി പ്രതിസ്ഥാനത്തേക്ക് എത്തുന്ന നിലയിലായി. ഇതോടെയാണ് ബിനു പുളിക്കക്കണ്ടം തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് വനിതാ സുഹൃത്ത് വെളിപ്പെടുത്തുന്നത്.
എയർപോർട്ടിന് പിന്നാലെ പാഞ്ഞ ജോസ് ചീരാങ്കുഴിക്ക് വിജയനിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തിയിരുന്ന ബിനു പുളിക്കക്കണ്ടം ഇനി എങ്ങനെ പ്രതികരിക്കും എന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും പാലായിലെ LDFനുള്ളിലെ തമ്മിലടി ബഹുരസം തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.